ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിലൊരു പരിപ്പ് കറി തയ്യാറാക്കുന്നത് നോക്കാം. പരിപ്പ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ ഈ രീതിക്കൊന്ന് നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയ തക്കാളി, ഒരു സവാളയുടെ പകുതി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, അതേപോലെ 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും അതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായിട്ട് ഉള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. പരിപ്പിനും പച്ചക്കറിക്കൊക്കെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിക്കാണ് ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിസിലിൻ്റെ ഉള്ളിലൂടെയൊക്കെ പുറത്തേക്ക് ചിന്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരിപ്പിനും വെജിറ്റബിൾസും മുങ്ങി നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കും, ഇത്ര വിസിൽ എന്ന കണക്കുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഈ കുക്കറിൽ 3 വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വിസിൽ കൊടുക്കുക. അപ്പോൾ ഇനി പരിപ്പ് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി, അതേപോലെ പെരുംജീരകം, അത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയുടെ അരപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണം നിങ്ങളുടെ കറിയുടെ ടെക്സ്ചറിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് കുറുകിയ കറിയായിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പരിപ്പ് കറി വെന്ത ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തുള്ളിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് പതച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് പതച്ച് വരുന്നുണ്ട്. കൂടുതൽ ടൈം വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കുറച്ച് വെച്ച് മൊത്തത്തിലൊന്ന് പതച്ച് വന്നിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക്, 2-3 വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പില, അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് താളിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ രീതിക്ക് തയ്യാറാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.